10 വർഷത്തിനിടെ 6 പ്രധാനമന്ത്രിമാർ. കേൾക്കുമ്പോൾ അതിശയം തോന്നാം. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ബ്രിട്ടനിലെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. രാഷ്ട്രീയ അസ്ഥിരതകൾക്ക് വിരാമമിട്ട് ഒരു വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടിക്ക് വെറും 2 വർഷത്തിനുള്ളിൽ സ്വന്തം പ്രധാനമന്ത്രിയെ മാറ്റേണ്ടി വരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ലണ്ടനിൽ നിന്ന് പുറത്തുവരുന്നത്. വലിയ പ്രതീക്ഷകളോടെ വൻ ഭൂരിപക്ഷത്തോടെ 2024 ലണ്ടനിലെ അധികാര കസേരയിലെത്തിയ ലേബർ പാർട്ടി നേതാവ് കീർ സ്റ്റാർമർ ഒടുവിൽ തന്റെ പ്രധാനമന്ത്രി പദം രാജിവെച്ചിരിക്കുന്നു. വെറും 2 വർഷം തികയ്ക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടെ യുണൈറ്റഡ് കിങ്ഡം ഭരിക്കുന്ന 7ാമത്തെ പ്രധാനമന്ത്രിയാണ് ഇനി വരാൻ പോകുന്നത്. UK രാഷ്ട്രീയം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു മ്യൂസിക്കൽ ചെയർ കളി പോലെയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 നൂറ്റാണ്ടിനിടയിൽ രാജ്യം കാണാത്ത അത്രയും വലിയ രാഷ്ട്രീയ അസ്ഥിരതയിലൂടെയാണ് UK ഇപ്പോൾ കടന്നു പോകുന്നത്. 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ലേബർ പാർട്ടി ഭരണം പിടിച്ചത്. എന്നിട്ടും സ്വന്തം പ്രധാനമന്ത്രിയെ വെറും 2 വർഷത്തിനുള്ളിൽ മാറ്റേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ ദുരന്തം എങ്ങനെയാണ് ലണ്ടനിൽ സംഭവിച്ചത്? തകരുന്ന ഈ കപ്പലിനെ രക്ഷിക്കാൻ അടുത്തതായി വരുന്നത് ആരാണ്? നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി മാറ്റത്തിലെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ UK ഭരിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയായിരുന്നുവെന്നും അവർ എന്തുകൊണ്ട് അധികാരത്തിൽ നിറങ്ങിയെന്നും അറിയണം. തുടങ്ങുന്നത് 2016 പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടണോ വേണ്ടയോ എന്നറിയാൻ കാമറൂൺ ബ്രെക്സിറ്റ് റഫറൻഡം നടത്തി. എന്നാൽ ജനങ്ങൾ ബ്രെക്സിറ്റിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ ഇതിനെ എതിർത്തിരുന്ന കാമറൂൺ പിറ്റേന്ന് രാവിലെ തന്നെ രാജി പ്രഖ്യാപിച്ചു. പിന്നെ തെരേസ മെയ് വരുന്നു. ബ്രെക്സിറ്റ് കരാർ കൃത്യമായി നടപ്പിലാക്കാൻ വന്ന തെരേസ മെയ്ക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പിന്തുണ കിട്ടിയില്ല. ഒടുവിൽ കണ്ണീരോടെ അവർക്കും പടിയിറങ്ങേണ്ടി വന്നു. ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രി പദത്തിലെത്തുന്നു. കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് കർശന നിയമങ്ങൾ നിലനിൽക്കെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പാർട്ടികൾ നടത്തിയ പാർട്ടിഗേറ്റ് വിവാദവും മറ്റ് അഴിമതി ആരോപണങ്ങളും ബോറിസ് ജോൺസന്റെ കസേര തെറ്റിച്ചു. പിന്നീട് അധികാരത്തിൽ വന്ന ലിസ് ട്രസ് ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം ഭരിച്ച പ്രധാനമന്ത്രിയായിരുന്നു. വെറും 45 ദിവസം. അവരുടെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ കാരണം രാജ്യം പ്രതിസന്ധിയിലായി. ഒടുവിൽ രാജിവെക്കേണ്ടിയും വന്നു. പിന്നീട് ഇന്ത്യൻ വംശജനായ ഋഷി സുനക് രാജ്യം ഭരിച്ചെങ്കിലും കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെയുള്ള ജനവികാരം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം ഏറ്റുവാങ്ങി പടിയിറങ്ങി. 2024 വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ കീർ സ്റ്റാർമറിനെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സ്വന്തം പാർട്ടിയിലും ജനങ്ങൾക്കിടയിലും പിന്തുണ നഷ്ടപ്പെട്ടത്? രാഷ്ട്രീയ നിരീക്ഷകർ ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയവും ഉപതെരഞ്ഞെടുപ്പുമാണ്. കഴിഞ്ഞ മാസം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്കുണ്ടായ വൻ തിരിച്ചടിയാണ് ഈ രാജിയിലേക്ക് നയിച്ച ആദ്യ ഘടകം. ഇംഗ്ലണ്ടിൽ മാത്രം ലേബർ പാർട്ടിക്ക് 1500ഓളം കൗൺസിൽ സീറ്റുകൾ നഷ്ടപ്പെട്ടു. വെയിൽസിൽ ഭരണം പോയി. സ്കോട്ട്ലൻഡിൽ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനവുമായിരുന്നു. മോറിംഗ് കോമൺ നടത്തിയ സർവേയിൽ പകുതിയിലധികം ജനങ്ങളും സ്റ്റാർമർ ഒഴിഞ്ഞു കാണണമെന്നാണ് ആഗ്രഹിച്ചത്. ഇതിന് പിന്നാലെ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയിലെ വിമതരുടെ പ്രധാന നേതാവും ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മുൻ മേയറുമായ ആൻഡി ബേൺഹാം വൻ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് തിരിച്ചെത്തി. തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം UKയെ നിലംപരിശാക്കിക്കൊണ്ടായിരുന്നു ബേൺഹാമിന്റെ ഈ തകർപ്പൻ വിജയം. ബേൺഹാം പാർലമെന്റിൽ തിരിച്ചെത്തിയതോടെ സ്റ്റാർമറെ മാറ്റണമെന്ന ആവശ്യത്തിന് ലേബർ പാർട്ടിക്കുള്ളിൽ വീര്യമേറും. ഫോറിൻ സെക്രട്ടറി ഉൾപ്പെടെ 4 പ്രമുഖ ക്യാബിനറ്റ് മന്ത്രിമാരാണ് സ്റ്റാർമറോട് പടിയിറങ്ങാൻ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ബിസിനസ് സെക്രട്ടറി പീറ്റർ കെയിൽ പറഞ്ഞത് പ്രധാനമന്ത്രി നിലവിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയാണ് എന്നാണ്. അതായത് രാജിയല്ലാതെ സ്റ്റാർമർക്ക് മുന്നിൽ മറ്റു വഴികളില്ല എന്ന് ക്യാബിനറ്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു. രണ്ടാമത്തെ കാരണമായി പറഞ്ഞത് സാമ്പത്തിക നയങ്ങളിലെ പരാജയവും വാഗ്ദാന ലംഘനങ്ങളുമാണ്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 3 സാമ്പത്തിക നയങ്ങളിൽ നിന്ന് സർക്കാർ പെട്ടെന്ന് പിന്മാറിയത് ജനങ്ങൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാത്തതും തകരുന്ന ആരോഗ്യരംഗവും ക്രമസമാധാന പ്രശ്നങ്ങളും അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറി. മൂന്നാമതായി പറയുന്ന കാര്യം ലോർഡ് പീറ്റർ മണ്ടൽസൺ വിവാദമാണ്. US അംബാസിഡറെ ചൊല്ലിയുള്ള ഈ വിവാദം കത്തിപ്പടർന്നു. UKയുടെ US അംബാസിഡറായി ലോർഡ് പീറ്റർ മണ്ടൽസനെ നിയമിച്ചത് സ്റ്റാർമർക്ക് വിനയായി. കടുത്ത ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട വിവാദ വ്യവസായി ജെഫ്രി എപ്സ്റ്റീനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന മണ്ടൽസനെ ഒരു പദവിയിൽ നിയമിച്ചതിലൂടെ വലിയൊരു PR ദുരന്തമാണ് സ്റ്റാർമർ ഇരന്നു വാങ്ങിയത്. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ ആഭ്യന്തര കലഹത്തിന് കാരണമാവുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാണെങ്കിൽ യഥാർത്ഥ പ്രശ്നം സാമ്പത്തികമാണ്. നിലവിൽ UKയിലെ ജനങ്ങളിൽ നിന്ന് വരുമാന നികുതിയായി പിരിച്ചെടുക്കുന്ന തുകയേക്കാൾ കൂടുതൽ തുക അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റിക്കും ക്ഷേമ പദ്ധതികൾക്കുമായി സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. അതായത് രാജ്യത്തിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയേക്കാൾ വലുതായി അവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം മാറി. വരുമാനമില്ലാതെ ചിലവ് മാത്രം കൂടുന്ന ഈ അവസ്ഥ ബ്രിട്ടനെ വലിയൊരു തകർച്ചയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റാമറെ പരസ്യമായി പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. കുടിയേറ്റം, ഊർജ്ജം എന്നീ വിഷയങ്ങളിൽ സ്റ്റാമർ പൂർണ്ണ പരാജയമാണെന്നാണ് ട്രംപ് കുറിച്ചത്. എന്തായാലും സ്റ്റാമർ രാജിവെച്ചു. ഇനി എന്താണ് UK-യിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ വരുന്ന സെപ്റ്റംബറിൽ പുതിയൊരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ സ്റ്റാമർ കെയർടേക്കർ പ്രധാനമന്ത്രിയായി തുടരും. ലേബർ പാർട്ടി വലിയൊരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകാതെ ഏകകണ്ഠമായി ആൻഡി ബെൻഹാമിനെ അടുത്ത നേതാവായി തിരഞ്ഞെടുത്തേക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കാരണം ജനങ്ങൾക്കിടയിലും പാർട്ടിയിലും അദ്ദേഹത്തിനുള്ള സ്വാധീനം അത്ര വലുതാണ്. എന്നാൽ അധികാരം എപ്പോൾ കൈമാറും എന്നതിലാണ് ഇപ്പോൾ പ്രധാന തർക്കം. സെപ്റ്റംബർ അവസാനം നടക്കുന്ന ലേബർ പാർട്ടിയുടെ വാർഷിക സമ്മേളനത്തോടെ ബെൻഹാം ഭരണം ഏറ്റെടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ 3 മാസത്തെ ഇടവേള ഭരണസ്തംഭനത്തിന് കാരണമാകുമെന്നാണ് മറുവിഭാഗം വാദിക്കുന്നത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ കാലത്തുണ്ടായ രാഷ്ട്രീയ അരാജകത്വം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന ലേബർ പാർട്ടിക്ക് വെറും 2 വർഷത്തിനുള്ളിൽ സ്വന്തം പ്രധാനമന്ത്രിയെ മാറ്റേണ്ടി വരുന്നത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. ആൻഡി ബെൻഹാമിന് UK-യെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ, അതോ UK രാഷ്ട്രീയം കൂടുതൽ അസ്ഥിരതയിലേക്ക് പോകുമോ? വരും ദിവസങ്ങളിൽ നമുക്കിത് കണ്ടറിയാം.